ഇപ്പോഴും ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശം ഇങ്ങനെ നടക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശം മികച്ച രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇത്ര ടൈം വെച്ച് തീർക്കേണ്ട ഒരു കോമ്പറ്റീഷനാണ് ഡൂറൻഡ് കപ്പ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് 3 കൊൽക്കത്ത ടീംസ് ഈ വട്ടത്തെ ഡൂറൻഡ് കപ്പിൽ ഉണ്ട്, നേരത്തെ പോലെ തന്നെ. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ശ്രദ്ധപ്പെട്ടൊരു വെച്ചാൽ കഴിഞ്ഞ ആഴ്ച മോഹൻ ബഗാൻ്റെ കളി എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച തുടങ്ങിയപ്പോൾ മാത്രമാണ് മോഹൻ ബഗാൻ കളിച്ചത്. ഇപ്പോൾ അവരുടെ കളി വ്യാഴാഴ്ച 2ാമത്തെ കളിയാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി തീരാറായിട്ടുണ്ട്. പിന്നെ പറയാനായിട്ടുള്ള ഈസ്റ്റ് ടൂർണമെൻറ്റ് കളി എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ചയാണ് അവർ അവസാനമായിട്ട് മത്സരിച്ചത്. അത് അവർക്കൊരു ഗംഭീര വിജയം നേടാനായിട്ട് സാധിച്ചു. പിന്നെ ഇപ്പോൾ 2ാമത്തെ കളി ആയി. രണ്ടാമത്തെ കളി ഇന്നാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കൊൽക്കത്ത ടീംസിൽ നിലവിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ടീംസിൽ 2 ടീമുകളാണ് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ. അപ്പോൾ 3ാമതൊരു ടീമുണ്ട് മോഹമ്മദാൻ. അവർ മികച്ച രീതിയിൽ തന്നെ ഇവിടെ ISL യോഗ്യത ഉറപ്പിച്ചു. എന്നാലും ഇപ്പോൾ ബാംഗ്ലൂരിനും ബ്ലാസ്റ്റേഴ്സിനും ഇപ്പോൾ 2 ദിവസത്തെ ഇടയ്ക്ക് വെച്ച് മത്സരങ്ങൾ ഡൂറൻഡ് കപ്പിൽ ഷെഡ്യൂൾ ചെയ്തു. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവർക്ക് ഇത്രയും ആഴ്ച ഒരു ഇതും കൊടുക്കാതെ തന്നെ ഇവർക്ക് പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സിന് മറ്റു ആൾക്കാർക്ക് ബാംഗ്ലൂരിനൊക്കെ കളി വരുന്നുണ്ട്. 2 ദിവസം. ഇപ്പോൾ മോഹൻ ബഗാനും ഈസ്റ്റ് വെച്ചാൽ ഒരാഴ്ച 2 ദിവസം കഴിയാതൊക്കെയാണ് കളി വരുന്നത്. അതുകൊണ്ട് ഇവർ കുറച്ചും കൂടെ ഒരുപാട് നല്ലവണ്ണക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഒരു മാച്ചിന് വേണ്ടിയെന്ന് പറയാം. അപ്പോൾ ഇത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഡൂറൻഡ് കപ്പ് കാര്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം അതിൻ്റെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ക്ലബ്സിനും ഒരേപോലെയാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. അല്ലാതെ ഡൂറൻഡ് കപ്പ് മോശമല്ല എന്നല്ല പറഞ്ഞു. ഈ ഒരു ഫിക്ചേഴ്സ് കാര്യത്തിൽ ഒരു മോശമാണെന്ന് തന്നെ പറയാം. അപ്പം സീസൺ മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സും ക്വാർട്ടർ ഫൈനൽ സ്പോട്ടൊക്കെ ഏകദേശം ഇനി ഉറപ്പിക്കാനുണ്ട്. അത് ശനിയാഴ്ചയോടെ നമുക്കറിയാം. ഇപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്.